BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. എറണാകുളം ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു. പകൽ 11 മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, മത്സ്യത്തൊഴിലാളികൾ, മറ്റ് കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ ഇതിനനുസരിച്ച് ജോലി സമയം ക്രമീകരിക്കണം. മെയ് 6 വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടണം. പരീക്ഷകൾക്ക് മാറ്റമില്ല. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ 11 മുതൽ 3 വരെ ഒഴിവാക്കണം. പോലീസ്, അഗ്നിരക്ഷാസേന, മറ്റ് സേനാ വിഭാഗങ്ങൾ, NCC, SPC തുടങ്ങിയവയുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണം. ആസ്പെറ്റോസ്, ടിൻഷീറ്റുകൾ, മേൽക്കൂരയായിട്ടുള്ള തൊഴിലിടങ്ങൾ പകൽ സമയം അടച്ചിടണം. ഇവ മേൽക്കൂരയായുള്ള വീടുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാനാവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയവ തീപിടുത്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തുകയും സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും വേണം. ആശുപത്രികളുടെയും പ്രധാന സർക്കാർ സ്ഥാപനങ്ങളുടെയും ഫയർ ഓഡിറ്റ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച മാനദണ്ഡം അനുസരിച്ച് ഉടൻ തന്നെ ചെയ്യണം. കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. കലാകായിക മത്സരങ്ങൾ, പരിപാടികൾ പകൽ 11 മുതൽ വൈകിട്ട് 3 വരെ നിർബന്ധമായും നടത്തരുതെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. കളമശ്ശേരി HMT റിട്ടയർഡ് ജനറൽ മാനേജർ കടവന്ത്ര ഐശ്വര്യ ലൈൻ യാത്രയിൽ CP ജയദേവൻ അന്തരിച്ചു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 രവിപുരം ശ്മശാനത്തിൽ. ഭാര്യ P വിജയലക്ഷ്മി, മക്കൾ ഹരികൃഷ്ണൻ, ഡോക്ടർ രാജീവ് ജയദേവൻ, മരുമകൾ സുധ, സ്മിത. ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിവന്ന പ്രതികൾ പിടിയിൽ. കൊമ്പനാട് ചൂരമുടി കൊട്ടിശ്ശേരിക്കുടി വീട്ടിൽ ആൽവിൻ ബാബു, കുമ്പനാട് ചൂരമുടി മാരിക്കുടി വീട്ടിൽ റോബിൻ, ചൂരമുടി പുന്നിടത്തിൽ വീട്ടിൽ സൂര്യ എന്നിവരെയാണ് ASPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും പെരുമ്പാവൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. കഴിഞ്ഞ മാസം 24-ന് വെങ്ങോല മാർ ബഹനാം സഹദ് വലിയപള്ളി, ഏപ്രിൽ 28-ന് രാത്രി പെരുമാലി സെന്റ് ജോർജ് യാക്കോബായ പള്ളി എന്നിവ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലാണ് അറസ്റ്റ്. പകൽ സമയങ്ങളിൽ ബൈക്കിൽ കറങ്ങി നടന്ന് പള്ളികൾ കണ്ടുവച്ച് രാത്രി സമയം ബൈക്കിലെത്തി മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതി. അന്വേഷണത്തിൽ കഴിഞ്ഞ മാസം കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽ നെടുങ്ങപ്ര, കീഴിലം പള്ളികളിലും ഏപ്രിൽ 18-ന് കോട്ടപ്പടി, നാഗശ്ശേരി പള്ളിയിലും ഇവർ മോഷണം നടത്തിയതായി തെളിഞ്ഞു. കേസിൽ 1-ാം പ്രതി ആൽവിൻ ബാബുവിന് കുറുപ്പമ്പടി, കോടനാട് പോലീസ് സ്റ്റേഷൻ പരിധികളിലും മോഷണ കേസുണ്ട്. കേരള ചരിത്രത്തിൽ വേണാട് ഒരു നാട്ടുരാജ്യമായിരുന്നുവെങ്കിലും മലയാളിക്ക് വേണാട് എന്നാൽ കേരളത്തിന്റെ പകുതിയിലേറെ ഓടിയെത്തുന്ന ട്രെയിനാണ്. വർഷങ്ങളായി തിരുവനന്തപുരം ഷൊർണൂർ, തിരുവനന്തപുരം വേണാട് എക്സ്പ്രസിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. തലസ്ഥാന നഗരത്തെ കൊച്ചിയുടെ ഹൃദയവുമായി ബന്ധിപ്പിച്ചിരുന്ന വേണാട് കഴിഞ്ഞ ദിവസം വൈകിട്ട് താൽക്കാലികമായെങ്കിലും സൗത്ത് സ്റ്റേഷനോട് യാത്ര പറഞ്ഞ് വേർപിരിഞ്ഞു. ഇന്നലെ മുതൽ സൗത്ത് സ്റ്റേഷൻ ഒഴിവാക്കി തൃപ്പൂണിത്തുറയിൽ നിന്ന് നേരിട്ട് നോർത്ത് സ്റ്റേഷൻ വഴിയും തിരികെയും വേണാട് സർവീസ് നടത്തുമ്പോൾ യാത്രക്കാർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം റെയിൽവേയുടെ മുന്നിലുണ്ട്. കോട്ടയം വഴിയുള്ള ട്രെയിൻ യാത്രികരുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ സൗത്തിലേക്ക് ഒരു മെമു വേണം. തെക്കൻ ജില്ലകളിൽ നിന്ന് എറണാകുളത്തേക്ക് ജോലി, പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വന്നു മടങ്ങുന്നവരുടെ ആശ്രയമാണ് വേണാട് എക്സ്പ്രസ്. ട്രെയിൻ യാത്രികരെ വടക്കൻ ജില്ലകളിലേക്ക് ബന്ധിപ്പിക്കാനും മുഖ്യ കണ്ണിയാണ്. എറണാകുളം നോർത്ത് ഷൊർണൂർ റൂട്ടിൽ നിലവിലെ സമയക്രമത്തേക്കാൾ അരമണിക്കൂറോളം മുൻപെയാണ് ഇന്നലെ മുതൽ വേണാടിന്റെ സർവീസ്. എറണാകുളം നോർത്ത് തിരുവനന്തപുരം റൂട്ടിൽ 15 മിനിറ്റോളം നേരത്തെ എത്തും. തിരുവനന്തപുരം നിന്ന് എറണാകുളം ടൗൺ സ്റ്റേഷനിൽ രാവിലെ 9:50 എത്തും. ഷൊർണൂരിൽ നിന്ന് ടൗൺ സ്റ്റേഷനിലേക്ക് എത്തുക വൈകിട്ട് 5:15 ടൗൺ സ്റ്റേഷനിൽ വേണാട് എത്തുമ്പോൾ യാത്രക്കാരുടെ അധിക തിരക്ക് കണക്കിലെടുത്ത് നിലവിലുള്ളതിലും കൂടുതൽ സമയം അനുവദിക്കേണ്ടി വരും. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടറിൽ മിനി ലോറി തട്ടി ഭാര്യയ്ക്ക് ദാരുണാന്ത്യം. ഭർത്താവും 6 വയസ്സുകാരനുമായ മകനും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചെങ്ങമനാട് തേക്കാനത്ത് മുല്ലക്കൽ വീട്ടിൽ ഔസഫ് മൈജുവിന്റെ ഭാര്യ സിജിയാണ് മരിച്ചത്. തത്താണി പറവൂർ റോഡിൽ ചുങ്കം പെട്രോൾ ബാങ്കിന് സമീപം വ്യാഴാഴ്ച വൈകിട്ട് 3:25 അപകടം. മൂവരും സിജിയുടെ കുന്നുകര അരൂരിലുള്ള വീട്ടിൽ പോയി മടങ്ങി വരുമ്പോൾ വഴിയോരത്ത് ചരൽ കയറി തെന്നി സ്കൂട്ടർ നിയന്ത്രണം വിടുകയായിരുന്നു. ഈ സമയം സമാന്തരമായി സഞ്ചരിച്ച മിനി ലോറിയുടെ ഹുക്ക് സ്കൂട്ടറിൽ കൊളുത്തി. സ്കൂട്ടറിൽ നിന്ന് സിജി വലത്തോട്ട് തലകീഴായി വീഴുകയും ലോറിയുടെ ടയർ ദേഹത്തേക്ക് കയറി ഇറങ്ങുകയുമായിരുന്നു.
ഡോക്ടർമാരും ഡയറ്റീഷ്യന്മാരും ചേർന്ന് നിശ്ചയിച്ച് ആശുപത്രി അടുക്കളയിൽ തയ്യാറാക്കി രോഗികൾക്ക് നൽകേണ്ട ഭക്ഷണത്തിനു പകരം സന്നദ്ധ സംഘടനകളുടെ ഭക്ഷണം നൽകാനുള്ള കൊച്ചി ക്യാൻസർ സെന്ററിന്റെ നീക്കം പിൻവലിക്കണമെന്ന ആവശ്യം ശക്തം. വിഷയത്തിൽ സെന്റർ അധികൃതരോട് ആരോഗ്യവകുപ്പ് മന്ത്രി വിശദീകരണം തേടി. കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകുന്നതിന് സന്നദ്ധ സംഘടനകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ച് സെന്റർ കഴിഞ്ഞ ദിവസം പരസ്യം നൽകിയിരുന്നു. 13 വരെ അപേക്ഷ സമർപ്പിക്കാം. തുടക്കത്തിൽ 6 മാസത്തേക്കാണ് കരാറെങ്കിലും 2 വർഷം വരെ നീട്ടാൻ കഴിയുമെന്നും പരസ്യത്തിൽ പറയുന്നു. സന്നദ്ധ സംഘടനകളിൽ നിന്ന് സംഭാവന സ്വീകരിച്ച് ആശുപത്രി അടുക്കളയിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കി നൽകണമെന്ന് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, മൂവ്മെന്റ് ആരോഗ്യമന്ത്രി വീണ ജോർജ്, വ്യവസായ മന്ത്രി P രാജീവ് എന്നിവർക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. പുറത്തുനിന്നുള്ള ഭക്ഷണം രോഗികൾക്ക് നൽകുന്നത് ഒഴിവാക്കണമെന്നും മൂവ്മെന്റ് ആവശ്യപ്പെട്ടു. പ്രധാന ആശുപത്രികളിൽ രോഗികളുടെ അവസ്ഥ ഡോക്ടർമാരുമായി ചർച്ച ചെയ്ത് ഡയറ്റീഷ്യന്മാരാണ് മെനു തീരുമാനിക്കുന്നത്. ഇതനുസരിച്ച് ആശുപത്രി അടുക്കളയിൽ തയ്യാറാക്കുന്ന ഭക്ഷണം രോഗികൾക്ക് നൽകുന്നതാണ് പൊതുരീതി. കീമോതെറാപ്പിയും ശസ്ത്രക്രിയയും കഴിഞ്ഞ രോഗികളുടെ ഭക്ഷണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ചികിത്സയുടെ ഭാഗമായാണ് അനുയോജ്യമായ ഭക്ഷണം നൽകുന്നത്. ആശുപത്രിക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം ക്യാൻസർ രോഗികൾക്ക് നൽകുന്നത് ഉചിതമാകില്ല. അവശനായ രോഗിക്ക് അപ്രതീക്ഷിതമായി ഭക്ഷ്യവിഷബാധ ആപത്താണ്. ഭക്ഷണം നൽകാൻ താല്പര്യമുള്ള വ്യക്തികൾക്കും സംഘടനകൾക്കും ആശുപത്രിയുടെ അക്കൗണ്ടിൽ സംഭാവനകൾ നൽകാം. ഇതുപയോഗിച്ച് ആശുപത്രി അടുക്കളയിൽ ഭക്ഷണം തയ്യാറാക്കി നൽകുന്ന രീതിയാണ് ഉചിതമെന്നും മൂവ്മെന്റ് ഭാരവാഹി ഡോക്ടർ NK സനിൽകുമാർ ആരോഗ്യ വ്യവസായ മന്ത്രിമാർക്ക് നൽകിയ നിവേദനത്തിൽ നിർദ്ദേശിച്ചു. കളമശ്ശേരിയിൽ മെഡിക്കൽ കോളേജിന് സമീപം ക്യാൻസർ സെന്ററിന്റെ സ്വന്തം കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തിയായി. അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കി ഉദ്ഘാടനം നടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടപടികൾ പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായാൽ കെട്ടിട ഉദ്ഘാടനം ചെയ്യാനാണ് സർക്കാരിന്റെ നീക്കം. പശ്ചിമ കൊച്ചി പ്രദേശങ്ങളിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായി ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. ഇത്തരം വാഹനങ്ങൾ നന്നാക്കി ഉപയോഗിക്കുന്ന പതിവ് നഗരസഭയ്ക്കില്ല. മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി കോർപ്പറേഷൻ ഓഫീസ് പരിസരത്തും പറവാനമുക്ക് ഭാഗത്തും വാഹനങ്ങൾ കിടന്ന് നശിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. പുതുമ മാറാത്ത ഇത്തരം വാഹനങ്ങൾ തിരിഞ്ഞു നോക്കാതെ വീണ്ടും മാലിന്യങ്ങളുടെ പേര് പറഞ്ഞ് പുതിയ വാഹനങ്ങളാണ് കൊച്ചിൻ നഗരസഭ വാങ്ങിച്ചു കൂട്ടുന്നത്. പറവാനമുക്കിൽ 9 വാഹനങ്ങൾ വെറുതെ കിടക്കുന്നു. പള്ളുരുത്തി മേഖലയിലെ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലും നിരവധി വാഹനങ്ങൾ കട്ടപ്പുറത്താണ്. ഡിവിഷൻ കൗൺസിലർമാർ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും ഫലമില്ല. പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിന്റെ കമ്മീഷനിലാണ് പലരുടെയും നോട്ടമെന്നും ആക്ഷേപമുണ്ട്. വാഹനങ്ങൾ ഉപേക്ഷിക്കുകയും വാടകയ്ക്ക് വാഹനങ്ങൾ എടുത്ത് കമ്മീഷൻ പറ്റുകയും ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണം. KA മുജീബുർ റഹ്മാൻ ആവശ്യപ്പെട്ടു. പുതിയ വാഹനങ്ങൾ കട്ടപ്പുറത്തിരിക്കുമ്പോൾ ലക്ഷങ്ങൾ കൊടുത്ത് പുതിയ വാഹനങ്ങൾ വാങ്ങുന്ന കൊച്ചി നഗരസഭയുടെ നടപടി ശരിയല്ല എന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറയും അഭിപ്രായപ്പെട്ടു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.